രണ്ട് സർഫസുകൾ മാത്രം വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു വോളിയം ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ പോയിന്റ്സ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യണമെന്നും സർഫസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും അത് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ സർഫസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വോളിയം ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഈ പോയിന്റ്സിലേക്ക് വരിക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ രണ്ട് ടെക്സ്റ്റ് ഫയൽസ് ഉണ്ട്. ഒന്ന് ഫൈനൽ, ഒന്ന് എക്സിസ്റ്റിംഗ്. അപ്പോൾ നമ്മുടെ NGL അതാണ് എക്സിസ്റ്റിംഗ്, അത് ഫൈനൽ ഗ്രാം. അവിടെ പോയിന്റിലേക്ക് വരുന്നു, ക്രിയേറ്റ് കൊടുക്കുന്നു. ആദ്യം നമുക്ക് ഈ എക്സിസ്റ്റിംഗ് എന്നുള്ളത് ആഡ് ചെയ്യാം. അത് ടെക്സ്റ്റിന്റെ ഫോർമാറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് രണ്ട് സർഫസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പോയിന്റ്സ് നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഗ്രൂപ്പായിട്ട് ഇത് ആഡ് ചെയ്യുകയാണ്. ഇവിടെ ആഡ് ഗ്രൂപ്പ് കൊടുത്തു. ഇവിടെ എക്സിസ്റ്റിംഗ് പേര് കൊടുത്തു. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പോയിന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ പോയിന്റ് ഗ്രൂപ്പിൽ ഇവിടെ ഇതിന്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നമുക്ക് ആ പോയിന്റ് മാത്രം ഇവിടെ മതി. അപ്പോൾ ഇവിടെ നോൺ കൊടുക്കുക, ഇവിടെ എടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ ആ പോയിന്റ് മാത്രമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിന്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി സർഫസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സർഫസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ സർഫസിന്റെ പേര് ഞാൻ എക്സിസ്റ്റിംഗ് എന്ന് കൊടുക്കുന്നു. എക്സിസ്റ്റിംഗ്. വീണ്ടും ആ എക്സിസ്റ്റിംഗ് എന്നുള്ള സർഫസ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഡെഫിനിഷനിലേക്ക് വരുന്നു. പോയിന്റ് ഗ്രൂപ്പിലേക്ക് വന്ന് പോയിന്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സിസ്റ്റിംഗ് സർഫസിലേക്ക് എക്സിസ്റ്റിംഗ് പോയിന്റ് ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. അതിവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ കോണ്ടൂർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ട്രയാങ്കിൾസ് ആഡ് ചെയ്യണം. ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ, എഡിറ്റ് സർഫസിലേക്ക് വരിക, എഡിറ്റ് സർഫസ് സ്റ്റൈലിലേക്ക് വരിക. ഇവിടെ ഈ ട്രയാങ്കിൾസ് ഓൺ ചെയ്ത് കൊടുക്കുക, പ്ലേ എടുക്കുക, ഓക്കെ എടുക്കുക. ഓക്കെ, ഇപ്പോൾ അതോടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത ആ ഒരു പോയിന്റ് എവിടം വരെ ഉണ്ടോ ആ ഒരു ബോർഡറാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്, അതായത് ബൗണ്ടറി. ഇപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ബൗണ്ടറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ ഇവിടെ ഒരു പോളിഗൺ വരച്ചിട്ട് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബൗണ്ടറി ഇങ്ങനെയാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഈ ബൗണ്ടറിക്ക് അകത്തുള്ള ഏരിയ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അങ്ങനെയെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സർഫസ് സെലക്ട് ചെയ്യുക, ഇവിടെ ആഡ് ഡേറ്റയിൽ ബൗണ്ടറീസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പേര് കൊടുക്കണം, ഈ എക്സ് എന്ന് കൊടുക്കാം, അതായത് എക്സിസ്റ്റിംഗ് എന്നുള്ള ഒരു മീനിങ്ങിൽ. ഓക്കെ കൊടുത്തു. നമ്മുടെ ഈ പോളി ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയ മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു സർഫസും കൂടെ വേണം. വീണ്ടും പോയിന്റിലേക്ക് വരിക, ക്രിയേറ്റ് കൊടുക്കുക, ഈ ഫൈനൽ എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ വീണ്ടും ആ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെ ആഡ് ചെയ്യണം. ഇവിടെ ഫൈനൽ എന്ന് കൊടുത്തു, ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത്
നമ്മളിപ്പോൾ രണ്ട് സർഫസിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന ആ ടെക്സ്റ്റുകളിൽ അതിൻ്റെ നമ്പേഴ്സ്, അതിൻ്റെ പോയിന്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം ആയിരിക്കും. ഇപ്പോൾ 1, 2, 3 എന്ന് തുടങ്ങുന്ന ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന യൂസ് നെക്സ്റ്റ് പോയിന്റ് നമ്പർ, അതായത് ഇപ്പോൾ നമ്മുടെ ആദ്യം കൊടുത്ത എക്സിസ്റ്റിംഗ് എന്നുള്ള പോയിന്റ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു 100 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ 100 പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടാമത് കൊടുക്കുന്ന ഈ പോയിന്റ് ഗ്രൂപ്പ് 101, 102 എന്നുള്ള ആ ഒരു രീതിയിൽ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്, നമുക്കത് സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ നമുക്കത് ഓവർ റൈറ്റ് ചെയ്യാം, മെർജ് ചെയ്യാം. അപ്പോൾ ഈ യൂസ് നെക്സ്റ്റ് പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ ആ പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും അതിൽ ആ ലേബൽസ് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഫൈൻ എന്നുള്ള ഗ്രൂപ്പിലേക്ക് വരിക, ഇവിടെ പ്രോപ്പർട്ടീസിൽ ഇവിടെ നോൺ കൊടുക്കുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ലേബൽസ് ഇവിടുന്ന് പോയിട്ട് വീണ്ടും സർഫസിലേക്ക് വരിക, ക്രിയേറ്റ് സർഫസ് കൊടുക്കുക. ഇവിടെ ഈ ഒരു സർഫസിന്റെ പേര് ഫൈനൽ, ഓക്കെ കൊടുത്തു. ഈ ഫൈനൽ സർഫസിലേക്ക് നമുക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാം. ഫൈനൽ ഡെഫിനിഷൻ പോയിന്റ് ഗ്രൂപ്പ്സ് ആഡ്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു പോയിന്റ് ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇതൊരു ക്ലോസ് ചെയ്യാം. അപ്പോൾ അടുത്ത സർഫസ് വന്നിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ആ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പോയിന്റ്സിന്റെ ഈസ്റ്റിംഗ് നോർത്തിങ് എല്ലാം ചെയ്യുന്നതിനാണ്, ഹൈറ്റ് മാത്രമായിരുന്നു വ്യത്യാസമായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ ഈ ബോർഡറിലേക്ക് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വീണ്ടും സർഫസ് സെലക്ട് ചെയ്യുക, ആഡ് ഡേറ്റയിൽ വരിക, ബൗണ്ടറീസ് കൊടുക്കുക. ഇവിടെ ഈ ഒരു ബൗണ്ടറിയുടെ നമുക്ക് പേര് ഫൈനൽ എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഈ പോളിലൈൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതും ഈ ഒരു ബൗണ്ടറിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സർഫസും ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നമ്മുടെ സർഫസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് 3Dയിൽ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വീൽ ബട്ടൺ പ്രസ് ചെയ്ത് പാൻ ചെയ്യുക. ഇതാണ് നമ്മുടെ രണ്ട് സർഫസ്, കണ്ടില്ലേ? ഇതാണ് ആ രണ്ട് സർഫസ്. ടോപ്പിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ വോളിയം എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഏതെങ്കിലും ഒരു സർഫസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വോളിയം ഡാഷ്ബോർഡ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ന്യൂ വോളിയം സർഫസ് എന്നുള്ള കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പേരൊന്നും കൊടുക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് ഇവിടെ പേര് കൊടുക്കാം, എന്ത് പേരായാലും കുഴപ്പമില്ല. ഇവിടെ സ്റ്റൈലിൽ നമുക്ക് കോണ്ടൂറിന്റെ സ്റ്റൈല് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 1 മീറ്റർ ആൻഡ് 5 മീറ്റർ എന്നുള്ള കൊടുക്കാം. അപ്പോൾ ഏതാണ് നമ്മുടെ ബേസ് സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബേസ് സർഫസ് ആയിട്ട് ഈ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി കമ്പാരിസൺ സർഫസ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ കമ്പാരിസൺ സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സർഫസ് ആണ്. ക്ലിക്ക് ചെയ്തിട്ട് ഫൈനൽ കൊടുക്കും. ഓക്കെ, ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതിന്റെ കട്ടിങ്, ഫില്ലിങ് ഇതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് ആഡ് ചെയ്യാം, ഈ ടെക്സ്റ്റ്. അപ്പോൾ ഇവിടെ ഇൻസെർട്ട് കട്ട് ഓർ ഫിൽ സമ്മറി എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമുക്ക് എവിടാണോ അത് വേണ്ടുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് സ്കെയിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യാം, ആണല്ലേ? 2D ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മൾ കൊടുത്ത ആ ഒരു ബൗണ്ടറിയുടെ ഏരിയ ആണിത്. ഇപ്പോൾ ഇതിനകത്ത് കട്ടിങ്
ഇല്ല. അപ്പോൾ ഇവിടെ ആ ഒരു കട്ട് ഇല്ല, ഫില്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫില്ലിംഗ് എത്ര മീറ്റർ ക്യൂബ് ആണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ നെറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടെങ്കിൽ ഈ ഫില്ലിങ്ങിൽ നിന്ന് കട്ടിങ് കുറച്ചിട്ടുള്ളതായിരിക്കും ഇവിടെ നെറ്റായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ കട്ടിങ് ഇല്ലാത്തതുകൊണ്ട് ഇത് സെയിം തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് രണ്ട് സർഫസ് വെച്ചിട്ട് നമ്മൾ വോളിയം ജനറേറ്റ് ചെയ്യുന്നത്.